ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടല്ലോ രാവിലെ ചായക്ക് ചോളത്തിൻ്റെ പൊട്ടുപൊടി ഉണ്ടല്ലോ അത് മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കാം രാവിലേക്ക് ചായക്ക് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അധികം ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനത്തെ പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഉണ്ടാക്കി നോക്കാം. അവർ കഴിക്കുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഇവിടെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചോളത്തിൻ്റെ പുട്ടുപൊടി കൊണ്ടുവരുന്നത്. അപ്പം പിന്നെ ഞാനത് ഒക്കെ തേങ്ങയൊക്കെ ഇട്ട് പിട്ടും കുട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനത് പുട്ടൊക്കെ ഒന്ന് കുത്തിയെടുക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സ്കിപ്പ് അടിക്കാണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഞാനിതാ പുട്ടൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് വേഗം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ ഇരിക്കും കേട്ടോ. അങ്ങനെ അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചായ കുടിക്കാനിരുന്ന് ഇതിലേക്ക് ഞാൻ കടലക്കറി ആട്ടോ ഉണ്ടാക്കിന്. തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കറിയൊന്നും ആർക്കും വേണ്ട, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇനി മോള് ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാട്ടോ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം. അങ്ങനെ തന്നെ ഞാൻ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. അപ്പോൾ എനിക്ക് വേറെ വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നില്ല, നല്ല ഇതുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും ചോളത്തിൻ്റെ പുട്ടൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് മോള് ചായ കുടിക്കുന്നൊന്നും കാണിച്ചില്ല കേട്ടോ. അപ്പം ഇന്ന് ചേട്ടന് നേരം വൈകി പോണ ദിവസം അവളെ സ്കൂളിലേക്ക് ആക്കിയിട്ട് പോകട്ടോ. ഇല്ലാത്ത ദിവസം പിന്നെ ഞാൻ തന്നെ കൊണ്ടാക്കണം കേട്ടോ. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിൽ നേരം വൈകി പോണ ദിവസം വെള്ളിയാഴ്ചകളൊക്കെ ചേട്ടൻ തന്നെ കൊണ്ടാക്കും. ഞാൻ ചിക്കൻ കറി ആട്ടോ ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ കറി വെക്കാനും തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു ചിക്കൻ കറി ആട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തതിൻ്റെ ശേഷമാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നത് കേട്ടോ. ഞാൻ വറുക്കുന്നതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പട്ടയും ഗ്രാമ്പും ഏലക്കായ ഇട്ടും കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെ അങ്ങനെ അതൊക്കെ ഒന്ന് വറുത്ത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പിന്നെ ഇതിൽ ചിക്കൻ കറിയിലേക്ക് ഗരം മസാല അങ്ങനെ ഇടുന്നൊരു പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒന്നും ഇടണം ഇല്ലതൊന്നും ഞാനിങ്ങനെ വെക്കുമ്പോൾ ഇടും കേട്ടോ വറക്കുന്നതിൽ. അപ്പോൾ ഇത് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളി ചോപ്പറിലാട്ടോ കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കട്ടെ. ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായി വഴണ്ടി വരട്ടെ കേട്ടോ. അത് നന്നായി വഴണ്ടി വന്നതിൻ്റെ ശേഷം ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കട്ടെ. ഞാൻ അതുണ്ടല്ലോ ചിക്കൻ കറിയിലുണ്ടല്ലോ വറുത്തരച്ച് ചിക്കൻ കറി വയ്ക്കണതിൽ കിഴങ്ങിടും കേട്ടോ. അപ്പം ഞാൻ പിന്നെ തക്കാളിയും പച്ചമുളക് ഉള്ളിയും വഴണ്ടി വന്നതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ ഉരുളൻ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ പൊടികൾ ഞാൻ ഉണ്ടല്ലോ ചിക്കൻ തലേന്ന് കൊണ്ടുവന്ന കാരണം ഞാൻ നന്നായി ഉപ്പും മുളകും മഞ്ഞളൊക്കെ നന്നായി പുരട്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി പിടിക്കുക. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നന്നായി എരിവ് ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ എരിവ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക വെച്ചു. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഒരിത്തിരി മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. രാത്രി ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് അപ്പം തന്നെ വൃത്തിയാക്കിയിട്ട് ഞാൻ പിന്നെ മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് തിരുമ്പി വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കട്ടെ. ഇങ്ങനെ ചിക്കൻ കറി വെച്ചാണ്ടല്ലോ മോന് ഇഷ്ടമാട്ടോ വറുത്തരച്ചൊക്കെ. പൊതുവേ ഓന് ചിക്കൻ ഉണ്ടെങ്കിൽ തന്നെ ഓൻ ചോറ് കഴിക്കുള്ളൂ, അല്ലാണ്ട് മീനൊന്നും അവൻ കൂട്ടില്ല കേട്ടോ. അപ്പോൾ അധിക ദിവസം ഇവിടെ ചിക്കൻ ഉണ്ടാവും, അവനായിട്ടെങ്കിലും കുറച്ച് മേടിക്കും. അപ്പം പിന്നെ ഇന്നിതാ ചിക്കൻ കറി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്. എനിക്ക് ഒരുപാട് കറി വേണ്ടാത്തതിനെ കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ വറുത്ത് ഒഴിച്ചു കൊടുക്കാണ്ട് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാണ്ടല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഒക്കെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് കേട്ടോ
അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എപ്പോഴും മുളകൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തേങ്ങ വറുത്തരച്ച് വെക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ വറന്നതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാനിതാ ചെറിയ ഉള്ളിയിലൊന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അപ്പച്ചട്ടിയോട്ടോ വെച്ച് കൊടുത്തത്. ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരത്തിനുണ്ടല്ലോ മധുരക്കിഴങ്ങ് കൊണ്ടുവച്ചിരുന്നു കേട്ടോ. അപ്പോൾ മോള് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് പുഴുങ്ങി എടുത്തേക്കാലോ എന്നുള്ളതിൽ വൈകുന്നേരത്തിന് ഞാനിതാ മധുരക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് വൃത്തിയാക്കി ഞാൻ ഉണ്ടല്ലോ ഇതിൻ്റെ തൊലിയൊക്കെ നല്ല ചിരണ്ടി കളയും കേട്ടോ. എന്താ വെച്ചാൽ മറ്റേ മോളൊക്കെ കഴിക്കുമ്പോൾ അവരിങ്ങനെ തൊലി പൊളിച്ചിട്ട് കഴിക്കുക. പിന്നെ അതുമല്ല ഇങ്ങനെ മേടിക്കുന്നതുമല്ല. അപ്പം അത് വിചാരിച്ചിട്ട് നന്നായി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കും കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ ഒന്ന് നന്നായി കളഞ്ഞെടുക്കും. അപ്പം നല്ല ചെളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എത്ര കഴുകിയാലും നമുക്കൊരു വൃത്തിയാവാത്ത പോലെ. അപ്പം ഞാനതൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കട്ടെ. ഒരു 3 കിഴങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അപ്പോൾ അവർക്ക് വയറ് നിറയും ചെയ്യലും ഇങ്ങനെയൊക്കെ ഒരു പൂളയും മധുരക്കിഴങ്ങോ അങ്ങനെയുള്ളതൊക്കെ അവർ കഴിച്ചോളൂ കേട്ടോ വൈകുന്നേരം. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഞാൻ കുക്കറിലേക്ക് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിലിടുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു വിസിലൊക്കെ അടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടുമല്ലോ. പിന്നെ അതിങ്ങനെ നോക്കണ്ടല്ലോ വെച്ചിട്ട് ആ വിസിലടിച്ച് പിന്നെ നമ്മൾ കുക്കർ കൊണ്ട് ഓഫാക്കി വയ്ക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും കേട്ടോ. അങ്ങനെ മധുരക്കിഴങ്ങ് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നു. പിന്നെ മക്കൾക്കുണ്ടല്ലോ സമ്മന്തിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവർ അങ്ങനെ തന്നെ കഴിച്ചോളും. അത് കാരണം ഞാൻ സമ്മന്തി ഒന്നും അരച്ചില്ല. പൂളയിലേക്കൊക്കെ ആണെങ്കിൽ അവർ സമ്മന്തി കൂട്ടി കഴിക്കും കേട്ടോ. കാന്താരി മുളകിൻ്റെ സമ്മന്തിയും. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ പിന്നെ സമ്മന്തി ഒന്നും വേണ്ട, അരച്ചാലും അവർ കൂട്ടില്ല, പിന്നെ വെറുതെ അരക്കണ്ടല്ലോ വിചാരിച്ചു. നമുക്കിവിടെ കാന്താരി മുളകിൻ്റെ മരം ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ. അപ്പോൾ ഇതാ ഒക്കെ ഒന്ന് വെന്തിട്ട് ഒരൊറ്റ വിസിലിന് തന്നെ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. വെള്ളം ഒരൊറ്റ വിസിലിനായപ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനത് പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഞാൻ മോളെയൊക്കെ പോയി കൊണ്ടുവന്നിരുന്നു കേട്ടോ സ്കൂളിൽ പോയിട്ട്. പിന്നെ അത് അവളും ഞാനും കൂടി ചായ കുടിക്കാം. മോന് നേരം വൈകിട്ട് വരാൻ. അപ്പം പിന്നെ ഞാനും അവളും കൂടി ചായ കുടിക്കാതിരിക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ പിന്നെ അവൾക്ക് അതൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അവൾ കഴിച്ചോളൂ കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായ കുടിക്കുന്ന സമയത്ത് ഓൾ ചോദിക്കുന്നത് ചൂടുണ്ടോ എന്നിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.